ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഓസ്ട്രിയൻ്റെ ക്യാപിറ്റലായിട്ടുള്ള വിയന്നയിലാണ്. നമ്മൾ വിയന്നയിലാണ് വന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ ഓസ്ട്രിയൻ്റെ കൺട്രി സൈഡ് ഏരിയ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നിറങ്ങിയ പാട് നേരെ വില്ലേജ് ഏരിയാസിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മൾ തിരിച്ച് വീണ്ടും വിയന്നയിലെത്തി. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വിയന്ന സിറ്റി ടൂറാണ്. എല്ലാവർക്കും വിയന്ന സിറ്റി ടൂറിലേക്ക് സ്വാഗതം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഷെറിന സർ. ഇന്നത്തെ നമ്മുടെ ക്യാമ്പിംഗ് സൈറ്റിലെത്തി. ഇതും ഒരു വൈൻ യാർഡാണ്, ഗ്രേപ്പ് ഫാമൊക്കെ ഉള്ള ഒരു ടീംസിൻ്റെ. അപ്പോൾ ഇതാണ്, ഇതിനകത്താണ് നമ്മൾ ഇന്നത്തെ സ്റ്റേട്ടാ. ഇവിടെ വേറൊരു ടീംസും കൂടി ഉണ്ട്, വേറെ ആരും എത്തിയിട്ടില്ല. നമ്മളിന്ന് കുറച്ച് നേരത്തെ തന്നെ ഇങ്ങോട്ട് പിടിച്ചു. ഇതിൻ്റെ പുറത്ത് ഫുൾ ഇവരുടെ ഫാമാണ്. അപ്പം നമ്മൾ ഗേറ്റ് ഓപ്പൺ ചെയ്തിട്ട് വണ്ടിയൊക്കെ ഒന്ന് പ്രോപ്പറായി പാർക്ക് ചെയ്തതിന് ശേഷം ഗേറ്റ് ഓപ്പൺ ചെയ്ത് ഗ്രേപ്സൊക്കെ ഫാം കാണാൻ പോവാണ്. അപ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾക്ക് എത്ര ഗ്രേപ്സ് വേണമെങ്കിലും പൊട്ടിച്ച് കഴിക്കണമെങ്കിൽ കഴിക്കാം, നിങ്ങൾക്ക് പാക്ക് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാം എന്നൊക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് പോയി നോക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഓസ്ട്രിയ. അപ്പോൾ നമ്മളിന്ന് രാവിലെ തന്നെ ഒരു മോർണിംഗ് വാക്കിന് ഇറങ്ങിയിട്ടുള്ളതാണ്. ഇന്നലെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു, പിന്നെ പുറത്തൊക്കെ ജസ്റ്റ് ഒന്ന് വാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്ന് ഫ്രഷായി ഇങ്ങനെ കിടന്നുറങ്ങി. ആകെ ടയേർഡായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ ക്യാമ്പിംഗ് സൈറ്റിൻ്റെ പുറത്തു നിന്നുള്ള വ്യൂ ആണിത്. പക്ക ഗ്രാമപ്രദേശമാണ് കേട്ടത്. ഭയങ്കര ഗ്രാമപ്രദേശമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ എല്ലാതും ഉണ്ട്. സ്കൂളുണ്ട്, ട്രെയിനിൻ്റെ സ്റ്റേഷൻസ് ഉണ്ട്, അങ്ങനെ എല്ലാ സംഭവങ്ങളുണ്ട്. എല്ലാ വീടിൻ്റെ മുറ്റത്തും ഇതുപോലത്തെ ക്രിസ്മസ് ട്രീകളുണ്ട് കേട്ടോ. മഞ്ഞൊക്കെ ആകുന്ന സമയത്ത് ഇത് ഫുള്ള് മൂടുന്നുണ്ടായിരിക്കും. അപ്പം വീടിൻ്റെ ബാക്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു ഗ്രേപ്പ് ഫാമാണ് കേട്ടത്. ഇഷ്ടം പോലെ ഏക്കർ കണക്കിന് സ്ഥലത്ത് ഗ്രേപ്പാണ്. നമ്മളെ നാട്ടിലത്തെ പോലെയല്ല ഇവരുടെ ഗ്രേപ്പ് കൃഷി. കണ്ട അങ്ങനെ ഒരു കൊള്ളി കുത്തി വെച്ചിട്ട് അതും ഇങ്ങനെ പടർത്തിയേക്കാണ്. നമ്മളെ നാട്ടിലിത് ഒരു പന്തൽ പോലെയുള്ള ഉണ്ടാവുക. ഇവിടെ കാണുന്നത് ബ്ലാക്ക് ഗ്രേപ്സ് ആണ്. കുറച്ച് അപ്പുറത്തേക്ക് ഗ്രീൻ ഗ്രേപ്സ് ഉണ്ട്. നമ്മൾ അത്യാവശ്യം കഴിച്ചിട്ടുണ്ട്. കുറേ നമ്മൾ പാക്ക് ചെയ്ത് നമ്മൾ കാറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെന്താ? ബ്ലാക്ക്ബെറി. ഇത് ബ്ലാക്ക്ബെറി. ഇവിടെ ഇത്തരത്തിലുള്ള ആർക്കിടെക്ചറുള്ള വീട് നമ്മൾ കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. ഇവിടെ ഫുൾ ഇങ്ങനത്തെ മേൽക്കൂരകളുള്ളതാണ്. കണ്ടംപററി സ്റ്റൈൽ വീട്. നമ്മുടെ 2 ആഴ്ചത്തെ ട്രിപ്പ് കഴിയാറായി. നാളെ രാവിലെ നമ്മൾ പോകും. അപ്പം നമ്മൾ പെട്ടിയൊക്കെ ഇങ്ങനെ ഓരോന്ന് പാക്ക് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. ബ്ലാങ്കറ്റ്സൊക്കെ ഒന്ന് പുറത്ത് കിട്ടുന്ന സെറ്റാക്കുകയാണ്. കാക്കും ഐഷും കൂടി നമ്മുടെ നൈബർ സ്ലൊവാനിയൻ ഫാമിലിയാണ് ഇന്നത്തെ നമ്മുടെ നൈബർ. ഒരു ടീമായി നിന്ന് ഭയങ്കര ഫുട്ബോൾ കളിയിലാണ് കേട്ടോ. ഭയങ്കര രസമാണ് ഈ ക്യാമ്പിംഗ് സൈറ്റിലെ മോർണിംഗ് വൈബ്. എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് നൈബേഴ്സ് ഉള്ളത് ഒന്ന് ജർമ്മൻ ഫാമിലി, ഒന്ന് സ്ലൊവാനിയൻ ഫാമിലി, പിന്നെ നമ്മൾ അങ്ങനെ 3 ക്യാമ്പിംഗ് സൈറ്റ്സാണ്. ഇവർ ഭയങ്കര കളിയാണ് രാവിലെ തന്നെ. നമ്മളും നമ്മളെ പാക്കിങ്ങിലൊക്കെയാണ്. ഡ്രസ്സ് ജസ്റ്റ് ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വണ്ടീൻ്റെ മുകളിൽ ഇട്ടിട്ടുണ്ട്. നല്ല തകൃതിയായ കളിയാണ് ഇവിടെ. അങ്ങനെ ഫൈനലി നമ്മളെ പാക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞ് ഇന്ന് നമ്മൾ വിയന്ന സിറ്റി ടൂറാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇന്ന് രാത്രി നമ്മുടെ ക്യാമ്പർ വാനിൻ്റെ ഓണറിൻ്റെ വീട്ടിൽ പോവും. അദ്ദേഹം ആണ് നമ്മളെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്നത്. അങ്ങനെ ഏകദേശം നമ്മളെ വണ്ടിയൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. പെട്ടിയൊക്കെ ബാക്കിൽ നിറച്ചു. അങ്ങനെ വണ്ടിയൊക്കെ നമ്മൾ ഓൾമോസ്റ്റ് അവർ തന്ന രൂപത്തിലേക്ക് ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഓസ്ട്രിയയിലെ ഗ്രാമീണ പ്രദേശങ്ങളോട് വിട പറഞ്ഞ് പതുക്കെ നമ്മൾ സിറ്റിയിലേക്ക് നീങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഓസ്ട്രിയയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ പകർത്തണം എന്ന് തോന്നിയിട്ടുണ്ട്, പ്രത്യേകിച്ച് ഈ ഗ്രാമീണ പ്രദേശങ്ങളിലുള്ള ആളുകളത് കണ്ടപ്പോൾ. ഇതാണ് ഇവിടുത്തെ ഒരു ക്വാളിറ്റിയാണ്. ഇവിടെ എല്ലാ പണിക്കും ഇവരെ നാട്ടുകാരനാണ് അല്ലേ. നമ്മളിപ്പോ ഇന്നലെ വൈബായിട്ടാണ് പണിയെടുക്കണത്. നമ്മൾ ഇന്നലെ ഷവർ എടുത്തിരുന്നിടത്തെ ആ വാഷ്റൂം ക്ലീൻ ആക്കുന്നവരെ ഇവരെ നാട്ടുകാരാണ്. എന്ത് പണിയെടുക്കാനും മനസ്സുള്ളവരാണ്. അങ്ങനെ നമ്മൾ വാൻ ലൈഫ് ഇൻ യൂറോപ്പിലെ ലാസ്റ്റ് ഡേ ആയിട്ടുള്ള ഇന്ന്
നമ്മള് നേരെ വിയന്ന സിറ്റി ടൂറാണ് പിടിക്കുന്നത്. നമ്മൾ വിയന്നയിലാണ് വന്ന് ഇറങ്ങിയതെങ്കിലും നമ്മൾ അന്ന് ഓസ്ട്രിയയിൽ കംപ്ലീറ്റ് ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇന്ന് നമ്മള് സിറ്റി ടൂറൊക്കെ ഇന്നത്തേക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളായിരുന്നു. നല്ല വിഷമമുണ്ട് ഇവിടുന്ന് പോകുമ്പോ. 14 ദിവസം കഴിഞ്ഞ് ഇന്ന് 15ാമത്തെ ദിവസമാണ്. നാളെ രാവിലെ 9 മണിക്കാണ് വിയന്ന എയർപോർട്ടിൽ നിന്ന് നമ്മുടെ ഫ്ലൈറ്റ്. അപ്പൊ നമ്മള് നിന്നിരുന്ന ഫാം ഇന്നലെ ഗ്രേപ്പ് ഫാം ആയിരുന്നു. ഗ്രേപ്പ് ഫാമിൽ നിന്ന് നമ്മള് നല്ല കുറെ മുന്തിരിയൊക്കെ കഴിച്ച്, കുറെ മുന്തിരി നമ്മള് ഫ്രിഡ്ജിൽ വെച്ച് അങ്ങനെ പോവാണ്. മുന്തിരിത്തോട്ടാണ് എപ്പോഴും. ഇപ്പൊ ഓൾമോസ്റ്റ് വിയന്നന്റെ അടുത്ത് തന്നെയാണ് ഉള്ളത്. എത്ര മണിക്കൂർ ഇവിടുന്ന്? ശരിക്കും നമ്മള് ഹൈവേ പിടിക്കണം 35 മിനിറ്റ് ഉള്ളൂ. നമ്മള് പക്ഷേ കുറച്ച് കൺട്രി സൈഡിൽ കൂടെ പോകാൻ വിചാരിച്ചു. അപ്പൊ 1 മണിക്കൂർ എടുക്കും. 1 മണിക്കൂറാണ് അപ്പൊ കാണിക്കുന്നത് കേട്ടോ. നമ്മള് ഇനിയിപ്പോ ഏതായാലും ഓസ്ട്രിയ നമ്മള് കാണുന്നുണ്ടാവില്ലല്ലോ. ഓസ്ട്രിയൻ കൺട്രി സൈഡ് വൈബിലൂടെ അങ്ങനെ വിയന്ന പോവാ. വിയന്ന സിറ്റി ടൂർ കഴിഞ്ഞ് പിന്നെ നമ്മള് എവിടെയെങ്കിലും എവിടെ പാർക്കിങ്? നമ്മളൊരു പെട്രോൾ സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. അപ്പോ ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഒരു പെട്രോൾ സ്റ്റേഷനിലാണ്. അത് കഴിഞ്ഞ് പുലർച്ചെ ഒരു 3 മണിയാകുമ്പോൾ നമ്മൾ തോമസ് അങ്കിളിന്റെ അടുത്തേക്ക് പോകും. എന്നിട്ട് തോമസ് അങ്കിൾ നമ്മളവിടെ ഡ്രോപ്പ് ചെയ്യും. പോകുന്ന വഴിക്ക് ഇവിടെ വിൻഡ് മിൽസ് ഒക്കെ ഇങ്ങനെ കണ്ടപ്പോഴേ ജസ്റ്റ് അതൊന്ന് കാണാൻ വേണ്ടിട്ട് പിള്ളേർക്ക് ഇങ്ങനെ അടുത്ത് നിന്നിട്ട് നമ്മളിതുവരെ വിൻഡ് മിൽ കണ്ടിട്ടില്ല. അപ്പൊ ഒന്ന് കാണിച്ചു കൊടുക്കാന്ന് വിചാരിച്ചിട്ട് നമ്മളൊന്ന് ഇറങ്ങിയതാണ് കേട്ടാ ഈ പാടത്തേക്ക്. നമ്മൾ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയുള്ളതാണ് കേട്ടോ. നമ്മൾ ഇന്നിപ്പോൾ ലാസ്റ്റ് ഡേ അല്ലേ. നമുക്ക് ഫുൾ ടാങ്ക് ആക്കിയിട്ടാണ് തോമസ് അങ്കിൾ നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന കാറ്. അപ്പോൾ നമ്മൾ ഫുൾ ടാങ്ക് ആക്കിയിട്ട് തിരിച്ചു കൊടുക്കണം. എത്ര പ്രൈസ് ആക്കും? 1.52 യൂറോ. ഇന്നലെ ഒക്കെ അടിച്ചപ്പോ നല്ല റേറ്റ് ചെയ്യുന്നല്ലോ. ഹൈവേയിൽ നല്ല റേറ്റ് കൂടുതൽ. നമ്മളെപ്പോഴും ഇവിടെ പെട്രോൾ അടിക്കുമ്പോ ഇതുപോലെ ഉള്ള ഏരിയയിലുള്ള പെട്രോൾ പമ്പിൽ ഹൈവേനഗറിൽ ഒരു 0.2-0.3 യൂറോ ഡിഫറൻസ് ഉണ്ട് എപ്പോഴും. സെയിം പെട്രോൾ പമ്പ് ആണെങ്കിലും ഏതാണെങ്കിലും ഹൈവേയിൽ ട്രക്കുകളൊക്കെ അടിക്കുന്ന സ്ഥലത്ത് 2 യൂറോ ഒക്കെയാണ് 1 ലിറ്ററിന്. ഇവിടെ ഇപ്പൊ നമുക്ക് 1.52 ആണ്. അപ്പൊ ഈ ഇതുപോലെ വില്ലേജുകളിൽ കൺട്രി സൈഡിലെല്ലാം പെട്രോളിന് വില കുറവുണ്ട്. എപ്പോഴും ഫുൾ അടിക്കുമ്പോൾ ഉള്ളെന്ന് അടിച്ചാൽ നിങ്ങൾ ഫുൾ ടാങ്ക് അടിക്കാം. വണ്ടി എല്ലാം പാർക്ക് ചെയ്ത് സിറ്റി ടൂറിന് ഇറങ്ങിയിട്ടുള്ളതാണ്. റെഡി? ഇത്രയും വലിയ റോഡ് സൈക്ലേഴ്സിന്റെയും പെഡസ്ട്രിയൻസിന്റെയും മാത്രം റൂട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് വിയന്നയിലെ ഒരു മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു പാർക്കിലേക്കാണ്. എന്താ പാർക്കിന്റെ പേര് കാക്കോ? ബ്രൈറ്റർ എന്നിട്ടുള്ളൊരു പാർക്കാണ്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് റൈഡ്സ് ഒക്കെ ഉണ്ട്. ഇത് ഭയങ്കര അഡ്വഞ്ചർ ആയിട്ടുള്ള പാർക്കാന്നാ തോന്നുന്നു. അപ്പൊ പോയി നോക്കട്ടോ. ഇത്രയും വലിയ സംഭവം ഒന്നും പിള്ളേര് ചെയ്യുമോന്ന് എനിക്ക് അറിയില്ല. എനിക്കെന്തായാലും കണ്ടൊക്കെ ഭയങ്കര പേടിയാ. എന്തായാലും പോയി നോക്കാം. ഇവിടുത്തെ ആളുകളൊക്കെ എന്തൊരു ഡീസെന്റിലാണ് ഇരിക്കണ. ഒരു സൗണ്ട് പോലും ഉണ്ടാക്കുന്നില്ല. നമ്മളെ നാട്ടിലൊക്കെ ആൾക്കാർ കൂകി വിളിച്ചിട്ട് ഭയങ്കര സംഭവം. ഗൺ ഷൂട്ട് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. ഗൺ ഷൂട്ട് ചെയ്യാണ്. എന്താണ് ഇതില് ഗൺ ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ ആനിമൽസിനെ ഇതാക്കുക? അത് വെറുതെ ഷൂട്ട് ചെയ്യാ? അത് ആമിനെ പിടിക്കും. ഓക്കെ, ഒരൊറ്റ ഷൂട്ടുള്ളൂ. 5 ഉണ്ടെന്നാ ഫസ്റ്റ് ഇത്.
ഓക്കെ. ഓപ്പൺ ആക്കണം. ആണല്ലോ. ഒന്നും കാണില്ലേ? എന്താ ബാഗിൽ തള്ളുന്നുണ്ട്. ഇവരൊക്കെ ചെയ്യണം നോക്കി. നിങ്ങളത് തട്ടിയ എവിടെ 5 പോയിന്റ് ഇട്ടി? ആ ശരി. ഇവിടെ ഇതില് കാണിക്കൂല്ലേ? എന്റെ പോസ്റ്റൊക്കെ ഗോൾ അടിച്ചോണ്ടിരിക്കായിരുന്നല്ലേ. ഇതിന് 3 ഉള്ളല്ലേ, 2 മറ്റേ മറ്റോണ്ടോട്ടടിച്ചു. പക്ഷെ നമ്മളിങ്ങോട്ടൊക്കെ 8 പോയിന്റ്, 5 പോയിന്റ്, 3 പോയിന്റ്, മൊത്തം 16 പോയിന്റ്. 3 ഉണ്ടാ. മറ്റോന്റെ അടക്കം കൂട്ടുകയാണെങ്കിൽ മൊത്തം 30 പോയിന്റ്. ഇത് ശരിക്കും ഇവിടെ കുറെ ഗെയിംസ്, അതുപോലെ നല്ല സ്ട്രീറ്റ് ഫുഡ് ട്രൈ ചെയ്യുന്നൊക്കെ ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ ആളുകൾ വെറുതെ സിറ്റിയിൽ ഇങ്ങനെ നടക്കൂല, ഇങ്ങനത്തെ ഒക്കെ സ്ഥലങ്ങളിൽ വന്നിട്ടേ നടക്കുന്നുള്ളൂ. അതാണ് സിറ്റിയിൽ ആളെ കാണാത്തത്. ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര തിരക്കാണ്. മൊബൈൽ ബാറല്ലേ? ബിയർ അടിക്കുക, അവരാ എനർജി അവിടെ ചവിട്ടുക, കളയുക. എന്തിനാണ് ടാപ്പ് നിന്നു വെള്ളമെടുക്കുന്ന ടീം കുറ്റിപ്പുറം. അപ്പോൾ പാർക്കിൽ നിന്ന് നമ്മൾ ഇറങ്ങി. ഇനി ഇവിടെ വിയന്നയിൽ കാണേണ്ടതായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതിൽ പെട്ടതാണ് ഒന്ന് ഇവര് പാർലമെന്റ് ബിൽഡിംഗ്, അതുപോലെ ഒരു പാലസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റ് ഒക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഒന്ന് പോയി കാണാം. ആദ്യം നമുക്ക് നമ്മളെ പാർക്കിംഗ് ഇട്ടിട്ട് ഏകദേശം 3 hours ആയി. 3 hour മാക്സിമം ടൈം ഉള്ളത്. അപ്പോൾ നേരെ ഇനി വിയന്നയിലെ അടുത്ത സ്ഥലത്തേക്ക് നീങ്ങാം. വണ്ടി പാർക്ക് ചെയ്തതിൻ്റെ തൊട്ടടുത്തൊരു വലിയ മരം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഒരു ബാഗിൽ ഇങ്ങനെ ഈ മരം ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് നോക്കിയത്. അപ്പോൾ അതിനകത്ത് വെള്ളം, ഇവിടെ ഈ സമ്മർ സീസൺ ആയപ്പോൾ ഇവിടുത്തെ മരങ്ങൾ ഉണങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബാഗിൽ ഇങ്ങനെ വെള്ളമാക്കി വെച്ചിട്ട് വലിയ മരമാണിത്. ഡെസ്റ്റിനേഷനിലെത്തി, വണ്ടി പാർക്ക് ചെയ്തു. ഇവിടെ നമുക്ക് കുറേ കാര്യങ്ങൾ കാണാനുണ്ട് വിയന്നയിൽ. ശരിക്കും ഇവിടെ ഇന്ന് വന്നത് നന്നായി എന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് കിലോമീറ്റർ ആയിട്ട് ഈ സിറ്റി പരന്ന് കിടക്കാണ്. പഴയ മോഡൽ ആർക്കിടെക്ചർ ബിൽഡിങ്സ് ഒക്കെ ആയിട്ട് നല്ല ഭംഗി. ഈ സൈഡിൽ പുതിയ പുതിയ മോഡൽസ് അതൊന്നും അല്ലേ, ഈ സൈഡിൽ പഴയ. അപ്പോൾ ഇതൊരു ഓസ്ട്രേലിയയിലൊരു പഴയ മാർക്കറ്റാണ്. അപ്പോൾ നമുക്കിതൊന്ന് പോയി കാണാം. നാട്ടിൽ പോകുമ്പോൾ ആർക്കെങ്കിലും പറ്റിയ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടോയെന്നൊക്കെ ഒന്ന് തപ്പി നോക്കാം. പിന്നെ നമ്മൾ മലയാളി പലചരക്ക് കട കണ്ടു. എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു മലയാളി ചേട്ടൻ്റെ കട. കാക്കു അടച്ചാന് നാട്ടിലെ നമ്മളെ പൂജ സ്റ്റോറുകളിലൊക്കെ പോയ പോലത്തെ എല്ലാ സകല സാധനം.
കടലാ, നമ്മളെ കടലാ. എന്തേടാ നീ എവിടെയായിരുന്നു കുട്ട? എല്ലാ സാധനം മലയാളിയാണ് ചേട്ടൻ. നമ്മള് എള്ളുമുട്ടായി, നമ്മള് കടലമുട്ടായി. നാട്ടിലത്തെ ഫുഡ് എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. മലയാളി ചേട്ടനും ചേച്ചിയും പരിചയപ്പെട്ടു. കോട്ടയംകാരാണ് അവർ. ഇവിടെ ഫുൾ ഇന്ത്യക്കാരാണ് കേട്ടോ. ഇന്ത്യക്കാര് നടത്തുന്ന ഒരു മാർക്കറ്റാണ് തോന്നുന്നത്. ഇതിങ്ങനെ എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു മാർക്കറ്റ്. നമ്മളിവിടെ വന്നിട്ട് ഇങ്ങനെ പച്ചക്കറികളൊന്നും അധികം കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ എല്ലാം ഉണ്ട്. ഡ്രൈ ഫ്രൂട്ട്സ് നോക്കും. അല്ല, നമ്മളെ ഈത്തപ്പഴം 1 കിലോന് 19 യൂറോ. 19 യൂറോ ആണ് എത്ര ദിറംസാ? 100 ദിറംസാ. അല്ല, നമ്മളവിടെ 10 ദിറംസിന് കിട്ടുന്ന സാധനമാണ്. നാടൻ ഉടുപ്പുകൾ. വാവ്, ചീസിന്റെ മായാലോകം. ഫുൾ ഇന്ത്യക്കാര് നടത്തുന്ന ഒരു ഏരിയ. ഫുൾ ഇന്ത്യക്കാരെ ഷോപ്പുകൾ. തട്ടില്ല. ആൾക്കാരെന്താ ഓ, നമ്മള് സ്റ്റീക്ക് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. സ്റ്റീക്ക് ഹൗസ് എന്ന് പറഞ്ഞ റെസ്റ്റോറന്റ്. ഒരു 2 മിനിറ്റ് ആ സ്റ്റീക്ക് വരും വരെ വെയിറ്റ് ചെയ്യാൻ വയ്യ ആമിക്ക്. ആമി, അതെന്താ ഓർഡർ ചെയ്തേ? അതെന്താ ഓർഡർ ആക്കി? സ്പെഗാറ്റിയാ? ഞാനും അബ്ബയും ബീഫ് സ്റ്റീക്കാണ് ഓർഡർ ആക്കി. സ്റ്റീക്ക് ഹൗസിൽ വന്നിട്ട് നമ്മൾ സ്റ്റീക്ക് കഴിച്ചില്ലെങ്കിൽ മോശമല്ലേ? ബീഫ് സ്റ്റീക്ക്. ഗായ്സ്, അടിപൊളി സ്റ്റീക്ക്. പക്ഷെ എനിക്ക് ഇഷ്ടായില്ല. ബീഫ് സ്റ്റീക്ക് പൊതുവെ ഹാഫ് കുക്കഡ് ഉണ്ടാവുക, പക്ഷെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. നമുക്ക് ഇഷ്ടമായിട്ടായിരിക്കും. നമ്മള് ഒരു ബീഫ് സ്റ്റീക്കും ഒരു സ്പെഗാറ്റിയാണ് ഓർഡർ ചെയ്തത്. സ്പെഗാറ്റിയാണ് അവസാനം ഞാൻ കഴിച്ചത്. എത്ര യൂറോ ആയി? 65 യൂറോ. അങ്ങനെ ഫൈനലി നമ്മൾ നടന്ന് ഓസ്ട്രേലിയ നമ്മുടെ അടുത്തൊരു ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. മറിയ തെരേസ്യൻ പ്ലാറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ഥലമാണ്. ഈ ഒരു സ്ഥലത്ത് ഒരുപാട് മ്യൂസിയംസ് ആണ് ഉള്ളത്. അപ്പോൾ ഈ കാണുന്നത് ഓസ്ട്രേലിയയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ആർട്ട് മ്യൂസിയമാണ്. ഈ ആർട്ട് മ്യൂസിയത്തിൻ്റെ പേര് ചിലപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊനൗൺസിയേഷനൊക്കെ ആകെ മാറിപ്പോകും. എന്നാലും ഞാൻ പറയാം. കുൻസ്റ്റിസ്റ്റോറിസ്തസ് മ്യൂസിയം എന്നാണ് പറയുന്നത്. ഇതൊരു ജർമ്മൻ ലാംഗ്വേജ് ആണ് കേട്ടോ. അപ്പം 1891 ഓപ്പൺ ചെയ്തിട്ടുള്ളതാണ്. ഇതൊരു ആർട്ട് മ്യൂസിയമാണ്. 2003 ഈ മ്യൂസിയത്തിനകത്തുള്ള വളരെ വിലപിടിപ്പുള്ള ഒരു ശില്പം മോഷണം പോയിട്ടുണ്ടായിരുന്നു. അത് പിന്നെ 2006 അവിടുത്തെ തന്നെയുള്ള ഒരു കാട്ടിൽ നിന്ന് ഒരു പെട്ടിൻ്റെ ഉള്ളിലാക്കിയിട്ട് കുഴിച്ചിട്ട നിലയിലാണ് പോലീസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. നമ്മളെന്തായാലും ഇത് കാണുന്നില്ല ഇപ്പം, കാരണം നമ്മളെ ടൈം നമുക്ക് കുറവാണ്. അപ്പോൾ എന്തായാലും ഈ മ്യൂസിയം കണ്ടു കഴിഞ്ഞ് നമ്മളിനി അടുത്തത് പോകുന്നത് ഇവിടുത്തെ ഒരു പാലസ് കാണാനാണ്. എന്താ ഒരു ആർക്കിടെക്ചർ എന്നറിയാം. ഈ കാണുന്നതാണ് ഹോഫ്ബർഗ് പാലസ്. ഇത് ഇവിടെയാണ് ഓസ്ട്രിയൻ പ്രസിഡന്റ് താമസിക്കുന്നത്. 13-ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇത് അത്രയും വർഷം പഴക്കമുണ്ട് കേട്ടോ. എന്തൊരു ആർക്കിടെക്ചറാണെന്നറിയോ. ഇവിടുത്തെ ഈ മ്യൂസിയംസ് ആണെങ്കിലും പാലസ് ആണെങ്കിലും അതുപോലെ നല്ല പഴക്കം ചെന്നിട്ടുള്ള ബിൽഡിങ്സൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അതിൻ്റെ ഒരു ആർക്കിടെക്ചറൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നുന്നുണ്ട്. എനിക്ക് ഈ ഒരു പാലസിൻ്റെ ഈ ഓരോരോ ഈ ആർക്കിടെക്ചർ ഇതിൻ്റെ ഒരു ഷേപ്പ് ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര ഒരു അത്ഭുതം തോന്നുക കേട്ടോ. എത്ര വർഷം പഴക്കം ചെന്നിട്ടുള്ളൊരു ബിൽഡിങ്. അപ്പോൾ അത്രയും കാലം മുന്നേ ഇവരുടെ ആ ഡിസൈൻസാണ് ആലോചിച്ച് പോകുന്നത്. ആളുകൾ അവൻ്റെ പിയാനോ വായിക്കുന്നത് കാണാൻ വന്നിരിക്കും. ഓരോ
ബോസിന്റെ പേര് എഴുതി വെച്ച റോബർട്ട് ഹൻസി ഔർസാബി ഇവോങ്ക്. നമ്മളിനി പോകുന്നത് ഇവിടുത്തെ പാർലമെന്റ് കാണാനാണ്. മോനെ വെറുതെ എല്ലാ ആളുകൾ പറഞ്ഞത് പാർലമെന്റ് മസ്റ്റ് വിസിറ്റ് ആണ് ഓസ്ട്രേലിയയിലുള്ളതെന്ന്. 1880-കളിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ ഒരു ബിൽഡിങ്. ഒരു ഗ്രീക്ക് ആർക്കിടെക്ചർ മോഡലിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ് കേട്ടത്. ഇത് പിന്നീട് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ സമയത്ത് പാർഷ്യലി ഇത് തകർക്കപ്പെട്ടിരുന്നു. പിന്നെ വീണ്ടും ഇത് റീബിൽഡ് ചെയ്തതാണ്. എന്താ ഭംഗി കാണാൻ. പാർലമെൻറ്റ് ബിൽഡിംഗ് ഒക്കെ കണ്ട് നമ്മളിനി നേരെ നമ്മുടെ ക്യാമ്പർ വാനിലേക്ക് പോവുകയാണ്. അപ്പം ഈ കാണുന്നത് ഇവിടുത്തെ ട്രാമാണ് കേട്ടോ. അപ്പം ഏകദേശം 8 o'clock കഴിഞ്ഞു. 8:30 ആയി. എന്ത് ഭംഗിയാണെന്നറിയോ കാണാൻ സ്ഥലങ്ങളൊക്കെ അല്ലേ. നമ്മൾ നടന്ന് നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ വാനിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇങ്ങോട്ട് പോകുമ്പോൾ ലൈവ് സിറ്റി ആയിരുന്നു. ഇപ്പോൾ സണ്ണ് പോയിട്ടില്ല, പക്ഷേ ടൈം 9 o'clock ആയി. അങ്ങനെ നമ്മുടെ മോട്ടോർ ഹോമൊക്കെ എടുക്കുന്നത്. നമ്മളത് എടുത്ത് നേരെ ഒരു പെട്രോൾ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. അവിടെ നമ്മളത് സ്റ്റോപ്പ് ചെയ്ത് നമുക്കൊന്ന് ഫ്രഷ് ആവാം. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും എന്താണ് പെട്ടെന്നൊരു ഗുഡ് മോർണിംഗ് എന്ന്. അപ്പോൾ ഇന്നലെ പിന്നെ നമ്മൾ സിറ്റി ടൂറൊക്കെ കഴിഞ്ഞ് നേരെ നമ്മളൊരു പെട്രോൾ സ്റ്റേഷനിൽ പോയിട്ട് അവിടെ ആയിരുന്നു ഇന്നലത്തെ സ്റ്റേ. ഇന്നലത്തെ വീഡിയോസൊന്നും പിന്നെ ഷൂട്ട് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ അവിടെ എത്തി. നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മളങ്ങനെ കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ സമയം പുലർച്ചെ 3 മണിയാണ്. കുറച്ച് നേരം നമുക്ക് ഉറങ്ങാൻ പറ്റിയിട്ടുള്ളൂ. നമ്മൾ സ്റ്റേഷനിൽ എത്തിയപ്പോഴത്തേന് ഒരു 10:30 ഒക്കെ ആയി. നമ്മൾ ലഗേജൊക്കെ പാക്ക് ചെയ്ത് ബാക്കി ലഗേജ് നമ്മുടെ ബാക്കിൽ ബോട്ടിലുണ്ട്. നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തിരുന്ന പെട്രോൾ സ്റ്റേഷനിൽ നമ്മൾ തോമസ് അങ്കിളിന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാക്കോ വിഷമത്തിന്റെ മുഖം. അപ്പൊ ഇൻഷാല്ലാ ഇനി അവിടുന്ന് തോമസ് അങ്കിളാണ് നമ്മളെ എയർപോർട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്നത്. രാവിലെ 9 മണിക്കാണ് നമ്മുടെ ഫ്ലൈറ്റ്. നല്ല വിഷമമുണ്ട്. അത് ചെയ്യാൻ പോവാതിരിക്കായല്ലോ. നമ്മൾ തോമസ് അങ്കിളിൻ്റെ വീടിൻ്റെ അവിടെ എത്തി. നമ്മൾ പാർക്ക് ചെയ്തു. ഓൾറെഡി ഇവിടെ ഒരു ക്യാമ്പർ വാനും കൂടി ഉണ്ട്. നമ്മൾ പോകുന്ന സമയത്ത് ഇത് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഇത് റെൻ്റ് ഔട്ട് ചെയ്ത് പോയിന്ന് ഇപ്പോൾ തിരിച്ചു വന്നതാണ് തോന്നിട്ടാ. ഇതാണ് അങ്കിളുടെ വീട്. നമ്മൾ ഈ കാറ് എടുത്തിട്ടുണ്ടായിരുന്നത് WFC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീംസിൻ്റെ അടുത്തു നിന്നാണ്, തോമസ് അങ്കിളിൻ്റെ അടുത്തു നിന്ന്. ഇത് ഓസ്ട്രിയയിലാണുള്ളത്. നല്ല ബെസ്റ്റ് സർവീസാണ്. ആൾ ഭയങ്കര ഡീസൻ്റാണ്. ഇപ്പം ഇവിടെ ഭയങ്കര സീസണാണ്. അപ്പോൾ സീസൺ ആയതുകൊണ്ടാണ് ഇത്ര പ്രൈസ്. അല്ലാന്നുണ്ടെങ്കിൽ പ്രൈസ് കുറയും. ഓസ്ട്രിയയിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ 6 countries ട്രാവൽ ചെയ്തിട്ട് തിരിച്ചു വന്നത്. പിന്നെ ഒരു ഡേ ലിമിറ്റൊന്നുമില്ല. കിലോമീറ്ററിന് ഇത്ര കിലോമീറ്റർ ഓടാൻ പാടുള്ളൂ അങ്ങനെയൊന്നുമില്ല. വലിയ കമ്പനീസൊക്കെ നമ്മൾ അപ്രോച്ച് ചെയ്തിരുന്നു. അപ്പോൾ അവരൊക്കെ ദിവസം ഇത്ര കിലോമീറ്ററേ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു റെസ്ട്രിക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ല ബെസ്റ്റ് സർവീസാണ് ആളടുത്ത്. അപ്പോൾ ഇനി ആർക്കെങ്കിലും വേണമെന്നുള്ളവരാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ പുള്ളിക്കാരൻ്റെ ഡീറ്റെയിൽസൊക്കെ തരാം. ഓക്കെ. പെട്ടിയൊക്കെ എടുക്കുമ്പോൾ ഒരു വിഷമല്ലേ? എന്ത് തോന്നുന്നു കാക്കു? എങ്ങനെ ഉണ്ടായിരുന്നു ഇത്ര ദിവസത്തെ യാത്ര?
നേരം പുലർച്ചെ 4 മണിയേ ആയിട്ടുള്ളൂ. സൂര്യൻ ഏകദേശം തല പൊക്കി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. പെട്ടെന്ന് തന്നെ ടെമ്പറേച്ചർ ക്ലൈമറ്റ് ചേഞ്ചായി. ഇന്ന് 14 കാണിക്കുന്നത്. ഇന്നലെയൊക്കെ 21 ആയിരുന്നു ടെമ്പറേച്ചർ ഉണ്ടായിരുന്നത്. അപ്പം തോമസ് അങ്കിളിൻ്റെ ഈ ഒരു കാറിലാണ് നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്നത്. ഇന്ന് 18ാമത്തെ ദിവസമാണ്. 17 ദിവസം കഴിഞ്ഞതറിഞ്ഞില്ല. 17 ദിവസം ഏകദേശം 3800 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് നമ്മൾ 6 കൺട്രീസാണ് ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അടിപൊളി യാത്രയാണ്, ഒന്നും പറയാനില്ല. നമ്മൾ പോയിട്ടുള്ള ഈ ഒരു സെയിം റൂട്ടിൽ നിങ്ങൾ ആരെങ്കിലും പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയാവുന്ന എന്ത് സഹായം വേണമെങ്കിലും നമ്മൾ ചെയ്യാം കേട്ടോ. അപ്പം ഏകദേശം നമ്മൾ എയർപോർട്ടിൽ എത്തി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ തോമസ് അങ്കിൾ. നമ്മൾ വന്നിറങ്ങിയപ്പോഴാണെങ്കിലും നമ്മൾ ഫസ്റ്റ് കാറിൽ കയറിയപ്പോഴാണെങ്കിലും തോമസ് അങ്കിൾ ആ ഒരു അത്ര വെളിച്ചം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ശരിക്കും കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മനുഷ്യനെ ഞാൻ ആദ്യമായിട്ട് കാണണം. അത്രയും പാവം മനുഷ്യനാണ്. നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഓസ്ട്രേലിയ വരുന്നവർ ക്യാമ്പർ വാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തോമസ് അങ്കിളിനെ കോൺടാക്റ്റ് ചെയ്താൽ മതി. നമ്മളെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ചെക്കിങ് ചെയ്തു, ബാഗേജ് ഒക്കെ കൊടുത്തു. ഇനി നമ്മള് ലോഞ്ച് പോലെ അപ്പോൾ അത്യാവശ്യം ടൈം ഉണ്ട് ഇവിടുന്ന് അബുദാബിയിലേക്ക്. 8 ഹവേഴ്സിൻ്റെ അടുത്തുണ്ട് കേട്ടോ. അപ്പോൾ ലോഞ്ചിൽ നിന്ന് അടിച്ച് മിന്നിയിട്ട് നമ്മളിനി നേരെ ഫ്ലൈറ്റിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വാൻ ലൈഫ് ഇൻ യൂറോപ്പിലെ 6 രാജ്യങ്ങളുടെ 18 ദിവസത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു രാജ്യത്തെ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.